ഈ സഹോദരിയുടെ വിവാഹത്തിന് മുമ്പ് വിവാഹം നടക്കാൻ വേണ്ടിയും കല്യാണം കഴിച്ചു കഴിഞ്ഞ് വയറ്റിലൊരു കൊച്ചുണ്ടായപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശുവായിരുന്ന കാലത്ത് 2 കിഡ്നിയും ബ്ലോക്കായി. എന്നിട്ട് പ്രാർത്ഥനയാൽ വയറ്റിൽ വെച്ച് തന്നെ നമ്മുടെ കർത്താവ് ഈ കൊച്ചിനെ തൊട്ട് കിഡ്നി സുഖമാക്കിയ ആ 2 കാര്യങ്ങൾ ചേർത്ത് ആത്മീയ അനുഗ്രഹങ്ങളോട് ചേർത്ത് ഈ മകൾ പറയുന്ന കേൾക്കുക. ഡോക്ടറുടെ പേരെന്താ? എൻ്റെ പേര് റോബിൻ ജേക്കബ്. ഡോക്ടർ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ഇവിടെ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ കുമ്പനാട് അല്ലേ? കുമ്പനാട് തന്നെ. അപ്പോൾ ഡോക്ടർ ഭാര്യയും കുഞ്ഞുമാണിതല്ലേ? അതെ. ഓക്കെ. നമ്മുടെ പേരെന്താ? സ്മിത. അപ്പോൾ വിവാഹത്തിന് മുമ്പ് എറണാകുളത്ത് വെച്ച് എൻ്റെയും ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ പറ്റിയോ? അപ്പോൾ അന്ന് നമ്മൾ എന്താണ് നമ്മൾ കാര്യമായിട്ട് ആത്മീയമായതുപോലെ ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചേ? എനിക്കൊരു നല്ല ആരോഗ്യം, നല്ല ആളിനെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനനുസരിച്ച് നല്ലൊരു ഭർത്താവിനെ കിട്ടി. കർത്താവ് തന്നു. കുഞ്ഞുണ്ടാവുന്ന സമയത്തും അന്ന് സാറിൻ്റെ അടുക്കെ കുഞ്ഞിൻ്റെ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഒരു കിഡ്നിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടെന്നാണ്. അത് ഞാൻ പിന്നെ സാറിൻ്റെ അടുക്കെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കുഴപ്പമില്ല എന്നുള്ളത് അത് കർത്താവ് സുഖപ്പെടുത്തി. നമ്മുടെ പുറമേയുള്ള മനുഷ്യന് മാത്രമല്ല, വയറ്റിൽ കിടക്കുന്ന മനുഷ്യൻ്റെയും രോഗവും പ്രശ്നവും ഒക്കെ ഏറ്റെടുക്കാൻ മതിയായ ഒരു യേശു അല്ലേ? ഇപ്പോൾ മോനെ എന്താ വിളിക്കുന്നത്? ഷോൺ. അതെ പ്രിയരെല്ലാവരും ഒന്ന് കൈകൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കുമ്പനാടത്തുള്ള ഒരു ഡോക്ടർ, വിശ്വാസിയായ ഒരു ഡോക്ടർ, ദൈവത്തിൻ്റെ മകനായ ഡോക്ടർ ഇപ്രകാരം തൻ്റെ വിവാഹത്തെക്കുറിച്ചും തനിക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ ഉദരത്തിലുണ്ടായ രോഗം പ്രാർത്ഥനയാൽ യേശു വന്ന് സുഖപ്പെടുത്തിയതിനെക്കുറിച്ചും പറയുമ്പോൾ ഇന്ന് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പ്രൊഫസേഴ്സ് ഇവരെല്ലാം വളരെ വേഗത്തിൽ ഈ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെന്ന് കാണാം. ബുദ്ധിജീവികളായിട്ടും രാഷ്ട്രീയ ഉപജീവികളായിട്ടും മാത്രമല്ല ഇവരെല്ലാം ഇന്ന് കർത്താവിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് മഹത്വമെടുക്കട്ടെ. ഒരിക്കൽ കൂടി കൈകളടിച്ച് ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുക.